ഹായ് ഡിയേഴ്സ്, ചെറിയൊരു കൺഫ്യൂസിങ് ഏരിയയുമായിട്ടാണ് ടീച്ചർ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. NCERT ടെക്സ്റ്റിൽ ഇതുപോലെ തന്നെ ബയോളജി NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇവിടെ വരുന്ന ഒരു കൺഫ്യൂഷൻ പോലെ തന്നെ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പറഞ്ഞു തന്നാണ് നിങ്ങൾ അതിൽ നിന്നൊക്കെ ഓക്കെ ആവുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കൺഫ്യൂഷനാണ് വരുന്നത്? 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോമസോംസ് ഇവിടെ വളരെ വ്യക്തമായിട്ട് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ അക്രോസെൻട്രിക് ക്രോമസോമിൽ ടിപ്പിനോടടുപ്പിച്ചാണ് സെൻട്രോമിയർ എന്നും ഒരു ലോങ് ആമും എക്സ്ട്രീംലി ഷോർട്ട് ആം ഉണ്ട് എന്നും വളരെ കൃത്യമായി NCERTയിൽ പറയുന്നുണ്ട് കേട്ടോ. വെരി ലോങ് ആൻഡ് എക്സ്ട്രീംലി ഷോർട്ട് ആം, ദാറ്റ് ഇസ് അക്രോസെൻട്രിക്. എന്നാൽ ടീലോസെൻട്രിക് എഴുതിയിരിക്കുന്നത് നോക്കിയേ, ടീലോസെൻട്രിക് ക്രോമസോം ഹാസ് എ ടെർമിനൽ സെൻട്രോമിയർ എന്ന് എഴുതിയിട്ടുണ്ട്. ശരിക്കും ടീലോസെൻട്രിക് എന്ന് പറയുമ്പോൾ ടീലോസെൻട്രിക് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ഇരിക്കേണ്ടത്. ഓക്കെ, അതിനൊരാമേ ഉള്ളൂ എന്നുള്ളതുമാണ് ശരിക്കും ടീലോസെൻട്രിക്കിൻ്റെ ഡെഫിനിഷനായിട്ട് തന്നെ കൊടുക്കുന്നത്. കണ്ടോ, ടിപ്പിലാണ്. അതേസമയം ടിപ്പിനോട് അടുപ്പിച്ചാണെങ്കിൽ അത് അക്രോസെൻട്രിക് തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ NCERTയിൽ നോക്കിയേ, 4 ടൈപ്സ് ഓഫ് ക്രോമസോം എന്നൊന്നും എഴുതിയിട്ടില്ല. ജസ്റ്റ് ടൈപ്സ് ഓഫ് ക്രോമസോമിനെ എഴുതിയിട്ടുള്ളൂ. എന്ന് മാത്രമല്ല, ഈ 2 ക്രോമസോമിലും ഷോർട്ട് ആം എന്ന് ലേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടീലോസെൻട്രിക്കിന് എന്തില്ല? ശരിക്കും ഷോർട്ട് ആം ഇല്ല. പക്ഷേ നമ്മൾ പഠിപ്പിക്കുമ്പോഴും കുട്ടികൾ പൊതുവേ പഠിക്കുമ്പോഴും എല്ലാം പെട്ടെന്ന് 4 ടൈപ്പ് എന്ന് എഴുതിയിട്ട് പിന്നെ വരുന്ന ഒരു ഡയഗ്രാം ആയതുകൊണ്ട് തന്നെ ഇത് ടീലോസെൻട്രിക് എന്ന് പറഞ്ഞു തന്നെയാണ് പോവാറുള്ളത്. ശരിക്കും അക്രോസെൻട്രിക് ആണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, ടീലോസെൻട്രിക് ആണോ അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഡൗട്ടാണ്. പക്ഷേ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ ടീലോസെൻട്രിക് എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഇതെന്താ ടീച്ചറെ എന്ന് ചോദിച്ചാൽ, ടീലോസെൻട്രിക്കിൽ സാധാരണയായിട്ട് സാറ്റലൈറ്റുകൾ വരാറുണ്ട്, നോബുകൾ വരാറുണ്ട്. അത് ഷോർട്ട് ആം അല്ല ശരിക്കും. അപ്പോൾ അത് NCERTയിലെ ചെറിയൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഏരിയ. നമുക്ക് മിസ്റ്റേക്ക് ആണെന്നോ ഒന്നും NCERTയിൽ മിസ്റ്റേക്ക് ആണെന്നോ ഒന്നും പറയാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ 4 ടൈപ്പ് അത് ടീലോസെൻട്രിക് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും ആ കുട്ടികൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ടീലോസെൻട്രിക്കിൽ കോമൺ ആണ് ഈ സാറ്റലൈറ്റ് ഇതുപോലെ നോബുകൾ, അതാണെന്ന് പറയാൻ പറ്റും. പക്ഷേ അവിടെ ഷോർട്ട് ആമെന്ന് ലേബിൾ ചെയ്യരുതായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും പരീക്ഷയ്ക്ക് വന്നാൽ ഇതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും ടീച്ചറെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു മാത്സ് ഫോളോയിങ് ഒക്കെ ആയിട്ട് നമുക്ക് ടീലോസെൻട്രിക് തന്നെ അതിനകത്ത് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, വി ഹാവ് ടു ഫോളോ NCERT എന്നുള്ളത്. തിയറി നല്ലോണം ഗ്രാസ്പ് ചെയ്തൊരു കുട്ടി തർക്കിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്കതേ പറയാൻ പറ്റുള്ളൂ. ഷോർട്ട് ആമെന്ന് ലേബിൾ ചെയ്യരുതായിരുന്നു, പക്ഷെ അങ്ങനെ ചെറിയ നോബുകൾ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനിയും ചില ഏരിയാസ് NCERTയിൽ വരുന്നുണ്ട്, ഡയഗ്രാം റിലേറ്റഡ് ആയിട്ടും അല്ലാതെ തിയറി പോർഷനിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ടീച്ചർ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ. ബൈ.